ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കൂടെ. അപ്പോൾ തൊട്ടടുത്തൊരു കുടുംബശ്രീ ഹോട്ടലുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് പൊറോട്ടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയും ചിക്കൻ കറിയും. എനിക്കിഷ്ടം അവിടുത്തെ പൊറോട്ടയും ചിക്കൻ. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ കഴിക്കുന്ന ആൾ കൂടുതൽ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് കഴിക്കണം. എനിക്ക് മെല്ലെ മെല്ലെ കഴിക്കാനേ പറ്റില്ല. അതിൻ്റെ ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരുടെയെങ്കിലും കൂടെ പോയാലും ഞാൻ പെട്ടെന്ന് കഴിച്ചു തീർക്കും. അപ്പോൾ അവർ ചായയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് നല്ല എരിവുള്ള കറിയും അതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നും നമുക്ക്. എനിക്ക് ആ സുഖം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഫുൾ കുടിച്ചു. ചായയിൽ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് മധുരമുള്ള ചായയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കുടിച്ച് അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിക്കുന്ന എക്സ്പ്രഷനാണ് ഈ കാണിക്കുന്നത്. എരിവും അതേപോലെ ചൂടൊക്കെ ഉണ്ടായിട്ടേ. അപ്പോൾ അവൻ്റെ വകയായിരുന്നു ഒന്ന് ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവന് പൈസ എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഓഫീസിലോട്ട് തന്നെ വന്നു. ഓഫീസിലോട്ട് ഞാൻ പറഞ്ഞില്ലേ നടക്കാനുണ്ടെന്ന്. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. രാവിലെയാണെന്നുള്ളൊരു ബോധമില്ലെന്നേ, ഭയങ്കര വെയിലാണ്. പിന്നെ ഞാൻ വരുമ്പം വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലോട്ട് വരുന്ന സമയത്ത് ഒരു വീടിൻ്റെ മുമ്പിൽ മാങ്ങ വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് കഴിക്കാൻ വലിയ മൂടൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് വേണോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവന് കത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അവന് വേണം പറഞ്ഞിട്ട് പിന്നെ അവൻ പോയിട്ട് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അവന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതെല്ലാം എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര മഴക്കാറായിരുന്നു. ഓൾറെഡി അവിടെ മഴ പെയ്താൽ നമ്മുടെ ഉള്ളിലോട്ട് കാണില്ലേ. അത്യാവശ്യം നല്ല മഴ വരുന്ന ലക്ഷണമൊക്കെ കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ മഴയൊന്നും പെയ്തില്ല. വീട്ടിലെത്തുന്നവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെത്തി കുറേ കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്.